എനിക്ക് ഇരിക്കാൻ ഒരു 5 സ്ക്വയർ ഫീറ്റ് സ്ഥലം മതി. 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ കെട്ടിടത്തില് ഒരു 5 സ്ക്വയർ ഫീറ്റ് എൻ്റെ പേർക്ക് തരാനുണ്ടെന്ന് സാറ് പറയരുത് എന്ന് പറഞ്ഞ അയാൾ കണ്ണു വെള്ളമൊക്കെ നിറഞ്ഞു. ദാറ്റ് സ്ട്രക്ക് മീ. ഞാൻ പറയും, ശരി, നിങ്ങൾക്ക് ഇരിക്കാൻ ഒരു സ്ഥലം ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഭ്യസ്ത വിദ്യരായിട്ടുള്ള യുവാവ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ, എനിക്കിവിടെ ഇരുന്ന് വായിക്കാൻ ഒരു ടേബിളും ഒരു കസേരയും ഇട്ട് ഇരുന്നൊന്ന് വായിക്കാൻ ഒരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അതിന് വായനാമുറി പോയിരുന്ന അവിടെ ഇരിക്കാമല്ലോ, അതിന് സ്ഥലമുണ്ടല്ലോ. അതല്ല സാർ, എനിക്ക് ഇന്റൻസീവ് സ്റ്റഡി എനിക്ക് നടത്താനാണ്. അതിൽ ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് വീട്ടിലത് ചെയ്യാൻ സൗകര്യമില്ല? അല്ല, വീട്ടിൽ സാറേ, വീട്ടിൽ സൗകര്യമൊക്കെ ഉണ്ട്, 2 നില വീടാണ്. പക്ഷെ അവിടെ ഈ ചേട്ടന്മാരുടെ പിള്ളേരും എല്ലാവരും കൂടെ ഓടി നടന്ന് ഏത് സമയത്ത് വലിയ ശബ്ദവും ബഹളവും ആയതുകൊണ്ട് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ ചങ്കിൽ തറയ്ക്കുന്ന പോലെ തറച്ച ഒരു വാചകമാണ്. എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് പുസ്തകം വായിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഒന്നും മനസ്സിലാക്കുകയും ഒന്നും ശ്രദ്ധിക്കാനും പറ്റുന്നില്ല. കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണമെങ്കിൽ അവിടെ സൈലൻസ് ആയിരിക്കണം. ആളുകൾ വർത്തമാനം പറയാതെയും സെൽഫോൺ ഉപയോഗിക്കാതെ ഇരിക്കുന്ന ഒരു സ്ഥലം. ഞാൻ പറഞ്ഞു, അതിനിപ്പോൾ ഇവിടെ ഇപ്പോൾ സൗകര്യം ഇല്ലല്ലോ. നിങ്ങൾ CMS കോളേജിലോ അവിടെ ഒരു സൗകര്യമില്ല, യൂണിവേഴ്സിറ്റിയിലോ അവിടെ സൗകര്യം. എൻ്റെ സാർ, ഇത് സാർ ഇവിടെ സ്ഥലമില്ലെന്ന് പറയരുത്. എനിക്ക് ഇരിക്കാൻ ഒരു 5 സ്ക്വയർ ഫീറ്റ് സ്ഥലം മതി. ഇവിടെ 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ കെട്ടിടത്തിൽ ഒരു 5 സ്ക്വയർ ഫീറ്റ് എൻ്റെ പേർക്ക് തരാനുണ്ടെന്ന് സാറ് പറയരുത് എന്ന് പറഞ്ഞ അയാൾ കണ്ണു വെള്ളമൊക്കെ നിറഞ്ഞു. ദാറ്റ് സ്ട്രക്ക് മീ. ഞാൻ പറയും, ശരി, നിങ്ങൾക്ക് ഇരിക്കാൻ ഒരു സ്ഥലം ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ആ റെഫറൻസ് സെക്ഷനകത്ത് ഒരു മൂലയ്ക്ക് ഒരു കസേരയും ഒരു മേശയും ഇട്ടിരുന്നു. ഇതാണ് എൻ്റെ ആരംഭം, 6 കൊല്ലം മുമ്പ്. ഇതിന് ശേഷം ഞങ്ങൾ യാതൊരു പബ്ലിസിറ്റിയും കൊടുത്തില്ല. കാരണം പബ്ലിസിറ്റി കൊടുത്താൽ കൂടുതൽ ആൾ വരുമ്പോൾ അവർക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടാകും. അപ്പം അതൊന്നും ചെയ്യാതിരുന്നിട്ട് പോലും ഓരോരുത്തർ വരാൻ തുടങ്ങി. ഇപ്പം 65ഓളം ആൾക്കാർ കഴിഞ്ഞിരിക്കുന്നു. MBBS പാസ്സായ 4 പേരവിടെ MDക്ക് പഠിക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. UPSC എക്സാമിന് വേണ്ടി പരീക്ഷ എഴുതാൻ തയ്യാറായിട്ടുണ്ട് ധാരാളം പേര് വന്നിരിക്കുന്നു. ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് തയ്യാറാകുന്ന പിള്ളേർ വരുന്നുണ്ട്. ഈ വരുന്ന ആളുകൾ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. ഒരു മുട്ടുസൂചി നിലത്ത് വീണാൽ കേൾക്കാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് അവിടെ. ഫുള്ളി എയർ കണ്ടീഷൻ ഫെസിലിറ്റി. ഇങ്ങനെയുള്ളൊരു ഫെസിലിറ്റി ഇന്ന് കേരളത്തിൽ ഒരു ലൈബ്രറിയും മറ്റൊരു പ്രസ്ഥാനവും ആർക്കും ചെയ്തു കൊടുക്കുന്നില്ല. അതിൽ കോട്ടയം പബ്ലിക് ലൈബ്രറി ഈസ് പ്രൗഡ്. ലൈബ്രറിയുടെ റെഫറൻസ് സെക്ഷനിൽ സ്പെഷ്യൽ സ്റ്റഡി റൂം ഫെസിലിറ്റി ഒരുക്കിയിരിക്കുന്നിടത്ത് ഇപ്പോൾ ഒരേ സമയം ഒരു 40 കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ. അപ്പോൾ അവർ വരികയാണെങ്കിൽ അവർക്ക് AC റൂമിൽ വൈഫൈ സൗകര്യമുള്ള, അവർക്ക് കുടിക്കാൻ വെള്ളവും ഡൈനിങ് ഏരിയയും വാഷ് ഏരിയയും ഒക്കെ ഉള്ള ഒരു സൗകര്യമുള്ള സ്ഥലമാണ്. ഈ സൗകര്യങ്ങളോടുകൂടി ശാന്തമായ നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലത്തിരുന്ന് അവർക്ക് പഠനത്തിൽ മാത്രം മുഴുകാൻ പറ്റും. രാവിലെ 10 മുതൽ വൈകുന്നേരം 6 വരെ അവിടെ ഇരുന്ന് പഠിക്കാം. അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 6 മാസത്തേക്കാണ്. 6 മാസത്തേക്ക് 2000 രൂപയാണ് മേടിക്കുന്നത്. കുട്ടികൾ പലരും 3-4 മാസം പഠിച്ച് അവരുദ്ദേശിക്കുന്ന കാര്യം, അല്ലെ പരീക്ഷകളൊക്കെ പാസ്സായി സന്തോഷത്തോടെ പോകുന്ന ഒരു കാഴ്ച കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആവശ്യം കൂടിക്കൂടി വരുന്നതുകൊണ്ട് ഞങ്ങൾ ആ സ്ഥല സൗകര്യം കുറച്ചുകൂടെ വിപുലമാക്കാനും വേറെ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോറുകളിൽ ഇതിന് സ്ഥലം കണ്ടെത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.